നിങ്ങൾ സൂചിപ്പിച്ച ഈ വിഷയമെന്ന് പറയുന്നത് അത് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. അല്ല, അത് സംസ്ഥാന നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം അവരുടെ ചർച്ചയിൽ അങ്ങനെയൊന്നും വന്നിട്ട് ഒരു പുതിയ സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ട് എന്നും ഞാൻ കാണുന്നില്ല. കാരണം വെച്ചാൽ ഇതൊരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അതൊരു ഒരു 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 പക്ഷമാണ്. പക്ഷം എന്ന് പറഞ്ഞാൽ പല പാർട്ടികൾ ഇതിനകത്ത് ചേർന്ന് നിൽക്കുന്നവർ. ആ ഒരു പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ള ചില വിമർശനങ്ങളുണ്ട്, വളരെ പോയിന്റഡ് ആയിട്ടുള്ള വിമർശനങ്ങൾ. ആ വിമർശനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് ഇടതുപക്ഷത്തിന് അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി അല്ലെ, CPI ആണല്ലോ ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അത്തരം ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനാകെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു നേതൃസ്ഥാനം കിട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇടതുപക്ഷം ഒരു കൂട്ടായി ഒന്ന് മുന്നോട്ട് പോകുന്ന ജനങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നുള്ള ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് ജനത്തിനോട് പറയുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം ഒരു എന്താണ് ഒരു സംവിധാനത്തിലൂടെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോവുക എന്നുള്ളത്. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യം അത്രയും പറഞ്ഞാൽ അതിന്റെ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത് ഒരു ഇതുവരെ പോയ രീതി പോരാ, വിമർശനങ്ങളും അതുപോലെ തന്നെ തോൽവിയിൽ നിന്നുള്ള പാഠങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതുവരെ പോയ രീതി പോരാ, ഇതുവരെ നയിച്ച നേതൃത്വം മാത്രം പോരാ എന്നുള്ളൊരു രീതി കൂടിയാണോ? അല്ല, ഞാൻ പറഞ്ഞുവല്ലോ, ജനം ഇപ്പോഴും ഇടതുപക്ഷത്തിന് വലിയൊരു പ്രതീക്ഷ വെക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ജനത്തിനോട് പറയാതെ പറയാൻ, പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു അവസരമാണിത്. ആ അവസരം ഇടതുപക്ഷം ഉപയോഗപ്പെടുത്തും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ ആശിക്കുകയും ചെയ്യാണ്. ആ പാർട്ടിയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തോട് നയവും പരിപാടിയും ഇല്ലാത്ത പാർട്ടികളെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇടത് പാർട്ടികൾ സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ അതിന് മാറ്റം വരാനുണ്ടായ സാഹചര്യം ഏത് CJPയുടെ സമരത്തിൽ അല്ല, അത് നമ്മളങ്ങനെ തീർച്ചയായിട്ടും അവരുടെ നയവും പരിപാടി എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷെ അവർ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഓരോന്നും അത് ഈ രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുവെങ്കിലും ആ ചെറുപ്പക്കാർ ഉൾക്കൊള്ളുന്ന കുടുംബം, ആ കുടുംബത്തെ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നാകെ അവരെ എല്ലാവരെയും ബാധിക്കും. അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ബാധിക്കുന്ന വിഷയമാണ്. ആ വിഷയങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയും ഈ രാജ്യത്ത് നിരന്തരമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി വരുന്നത്. അപ്പോൾ ചെറുപ്പക്കാർ ഇറങ്ങി വരികയാണ്, പുതിയ കാലഘട്ടമാണ്, ചെറുപ്പക്കാർ ഇറങ്ങി വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരെ കേൾക്കേണ്ടതുണ്ട്, അവരുമായി സംവദിക്കേണ്ടതുണ്ട്. അവരുടെ ഈ വിഷയങ്ങൾ പറഞ്ഞു, ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള അവരുടെ മുമ്പിൽ അവരെന്താണ് അവർ വിഷ്വലൈസ് ചെയ്യുന്നത്, ഏത് രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ വിഷയങ്ങളെ ക്രിയാത്മകമായി അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇഷ്യൂ ആർക്ക് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ആ ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ അവരുടേത് എന്താണ് എന്ന് സ്വാഭാവികമായും പൊളിറ്റിക്കൽ പാർട്ടീസ് അതൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ഒരു കമന്റ്, അതായത് CJPയും ഈ TVKയും എല്ലാം BJPയുടെ പ്രോക്സികളാണെന്ന് ചില ചർച്ചകളൊക്കെ ഉണ്ട്. ആ വിഷയത്തിലുള്ള പ്രതികരണം? അല്ല, അങ്ങനെയൊന്നും ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ഇതുവരെയും അങ്ങനത്തെ ഒരു നിലപാടിൽ എത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നാളത്തെ പ്രതിഷേധം പക്ഷേ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ഒറ്റ ആവശ്യം മുൻനിർത്തിയാണ് CJP അറിയിച്ചിട്ടുണ്ട്. ആ ആവശ്യം ഞങ്ങളും ഉയർത്തുന്ന ഒരു ആവശ്യം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞുവല്ലോ, ഇത് കുറേ വിദ്യാർത്ഥികളുടെ അവരുടെ പ്രതീക്ഷ നശിപ്പിച്ചു. ചില വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു, അതൊക്കെ ഉണ്ട്. പക്ഷേ ആ ഓരോ കുടുംബത്തിലെയും എനിക്ക് തോന്നുന്ന ഒരു 5% മാത്രമാണ് വെൽ ടു ഡു ഫാമിലിയിൽ നിന്ന് വരുന്നവരോ അല്ലെങ്കിൽ ഒരു 10% എന്ന് വെച്ചു. അതിൽ ഓരോ കുടുംബവും ഏതെല്ലാം വിധത്തിൽ അവർ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് വരും തലമുറയെങ്കിലും ഒരു നന്നായി ജീവിക്കണം, അവരാരുടെയും മുന്നിൽ തലകുനിക്കാനോ കൈനീട്ടാനോ ഇടവരുന്നുള്ള ഒരു ആഗ്രഹത്തോടെ എല്ലാം കൈവിട്ടുകൊണ്ട് ഒരു കുട്ടിക്ക് വേണ്ടി അവർ തയ്യാറായി പോവാം. ബാക്കി മുഴുവൻ കുടുംബാംഗങ്ങളും തയ്യാറായി വന്ന കുടുംബങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റുപാടിലുമുള്ള കുഞ്ഞുങ്ങളും ഇല്ലേ അതിൽ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആ കുടുംബങ്ങളെ മുഴുവൻ, ഈ കുട്ടികളുടെ ഒരു പ്രതീക്ഷ മാത്രമല്ല, കുടുംബങ്ങളുടെ മുഴുവനും അവരെ വലിയ അവരെ ഒരു പാതാളത്തിലേക്ക് തള്ളിവിടുന്ന ഒരു രീതിയാണ്. അത് മാത്രമല്ല, ഇത് ആവർത്തിച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു തവണയല്ല, ആവർത്തിച്ച് നടക്കുമ്പോഴും
ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനോ ആ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ തുടർച്ചയായി വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും ഈ രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു മന്ത്രി, വകുപ്പിൻ്റെ മന്ത്രി, ഈ ഗവൺമെൻറ് അവരിതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ മാത്രം അവരെ ബലിയാടുകളാക്കാനുള്ള ശ്രീ പ്രധാൻ രാജിവെക്കണം. അതങ്ങ് രാജിവെച്ചുകൊണ്ട് മാറി നിന്ന് ഇതുവരെയുള്ള ക്രമക്കേടുകൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അടുത്ത പരീക്ഷയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് മാത്രമാണോ? CBSE പരീക്ഷയുടെ അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഇതെല്ലാം കാര്യങ്ങൾ അതും നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികളിൽ നിന്നാണ് പൈസ ഈടാക്കുന്നത്. ആ വിദ്യാർത്ഥികളുടെ കുറ്റമല്ല. അവർ പരീക്ഷ എഴുതി, അവർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അവരുടെ മാർക്ക് ലിസ്റ്റും ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്തും ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു വരുന്ന വിദ്യാർത്ഥികളോട് കാശ് വാങ്ങുന്ന എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം എന്താണ് പറയുക, അങ്ങേയറ്റം വലിയ തെറ്റാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവരെ നിങ്ങൾ ശിക്ഷിച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ അവരുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ അവതാളത്തിലാക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ വീണ്ടും പണീഷിക്കുകയാണ്. ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ പറയുന്നത്, CPI പറയുന്നത്, ഒരു വിദ്യാർത്ഥിയോടും ഫീസ് ഈടാക്കാതെ ഈ CBSEയുടെ മൂല്യനിർണ്ണയം വീണ്ടും നടത്തിയും പ്രോപ്പറായി സമയബന്ധിതമായി അത് നടത്താൻ ഇനി ഇത്തരം ഒരു തെറ്റ് ഒരു പരീക്ഷയിലും ആവർത്തിക്കാൻ പാടില്ല എന്നാണ് CPIയുടെ നിലപാട്.